അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുസമ്മിൽ ഇറങ്ങി, മുദ്ദസ്സിർ ഇറങ്ങി, പിന്നീട് വഹി പല രൂപത്തിലും വരാൻ തുടങ്ങി. വഹീനെ സംബന്ധിച്ച് നമുക്ക് പല എങ്ങനെയാണ് വഹി ലഭിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് സ്വഹീഹായ ഹദീസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണത്? വഹിയിൻ്റെ ആരംഭം, ബദുഉൽ വഹി. വഹിയിൻ്റെ ആരംഭം എന്നാണ് സ്വഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ അധ്യായം. അഥവാ അതിൽ വിവിധ രൂപത്തിൽ വഹി ലഭിച്ചത് എങ്ങനെയായിരുന്നു? ഒരു ചങ്ങലയുടെ ശബ്ദം പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കുക. റസൂൽ ചിലപ്പം മലക്കുണ്ടാവില്ല, റസൂലിൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് വഹി ഇറങ്ങാം. അത് റസൂലിന് ഏറ്റവും കൂടുതൽ റസൂലിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു. ചിലപ്പോൾ മലക്കിൻ്റെ അതേ രൂപത്തിൽ, ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ അതേ രൂപത്തിൽ തന്നെ വരും. 2 പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. വേറെ ചിലപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം മനുഷ്യരൂപത്തിൽ വരും. ദഹിയത്തുൽ കൽബി എന്ന സ്വഹാബിയുടെ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാം സ്വഹാബികളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വന്നിട്ടുള്ളതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ അങ്ങനെ പല രൂപത്തിൽ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് മരണം വരെ ഉണ്ടായി. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വഹിയുമായി തിരിച്ചു വന്നു. ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, താക്കീത് ചെയ്യുക, പ്രബോധനത്തിറങ്ങുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന. ഇതൊരിക്കലും എന്തെല്ലാം പരസ്യമായി പ്രബോധനം ചെയ്യാനുള്ള കൽപ്പനയല്ല, ഇത് രഹസ്യമായി പ്രബോധനം ചെയ്യാനുള്ള കൽപ്പനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യമായി മക്കയിൽ ഈ ഒരു പ്രബോധനം പരസ്യപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്നില്ല. കാരണം സ്വാഭാവികമായും ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അതിന് നേരെ വിരുദ്ധവും അതിന് നേരെ ഓപ്പോസിറ്റും അവിടെ പ്രശ്നമുണ്ടാക്കുന്നതുമായ ഒരു പുതിയൊരു വ്യവസ്ഥ കൊണ്ടുവരണമെങ്കിൽ ഒരിക്കലും ഒറ്റയടിക്ക് അത് നടപ്പാക്കാൻ കഴിയില്ല. അത് ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ സുന്നത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ഒരു കാര്യം കൂടിയാണ്. ഉദാഹരണത്തിന് മദ്യപാനം നിഷിദ്ധമാക്കുമ്പോൾ വരെ ഘട്ടം ഘട്ടമായി അള്ളാഹു നിഷിദ്ധമാക്കിയതുപോലെ എല്ലാ കാര്യത്തിലും നമ്മളും സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. ഒരു സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന, അവിടെ വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. അതിന് മുൻപ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി, സാഹചര്യങ്ങൾ നോക്കി, സന്ദർഭങ്ങൾ മനസ്സിലാക്കി അത് അവർക്ക് സ്വീകരിക്കാൻ കഴിയും. അവരുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞാണ് പ്രബോധനം ചെയ്യുമ്പോൾ പോലും പ്രബോധകന്മാർ അനുവർത്തിക്കേണ്ട നയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച 2 പേര് ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പം തന്നെ വിശ്വസിച്ച 2 ആളുകളുണ്ട്. ആരൊക്കെയാണ് അവർ? ഖദീജ റളിയല്ലാഹു അൻഹ വിശ്വസിച്ചിട്ടുണ്ട്. 2-ാമത്തെ ആള് വറഖത്ത് ബിൻ നൗഫലും വിശ്വസിച്ചിട്ടുണ്ട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആയത്ത്, ഈ ഒരു സൂറത്തുൽ മുദ്ദസ്സിർ ഇറങ്ങിയതോടുകൂടി പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ഈ ഒരു പ്രബോധനം, ഞാൻ റസൂലാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, തൗഹീദിൻ്റെ ഏറ്റവും അടിസ്ഥാന ഇസ്ലാമിൻ്റെ അന്തസത്തയായ തൗഹീദ് പ്രബോധനം ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തുടങ്ങിയപ്പോൾ തന്നെ കുറേ ആളുകൾ വിശ്വസിച്ചു. കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ റസൂലുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ, നമുക്കറിയുന്ന ആളുകൾ. ഒന്ന്, റസൂലിൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിന്ന് താമസിച്ചിരുന്ന അലി ഇബ്നു അബി ത്വാലിബ്, പിതൃവ്യനായ അബൂ ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് മക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമ്പത്ത് കുറവായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നാണ് വളർന്നിരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വളർത്തുപുത്രൻ എന്ന നിലക്കും അലി റളിയല്ലാഹു നമുക്ക് കാണാം. അലി റളിയല്ലാഹു അൻഹു സ്വാഭാവികമായി അന്ന് 10-11 വയസ്സുള്ള ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ എന്ന പേരിൽ അറിയപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. ആദ്യമായി വിശ്വസിച്ച ആളുകളാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് പുറത്ത് നിന്ന് ആദ്യമായി വിശ്വസിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി റസൂലിനെ ചുറ്റുപാടിലല്ലാതെ ആദ്യമായി വിശ്വസിക്കുന്ന, ഏറ്റവും ആദ്യമായി ഈ പ്രബോധനത്തിൽ ഏറ്റെടുക്കുമ്പോൾ യാതൊരുവിധ സംശയവും കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്യുകയും പൂർണ്ണമായി വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളുടെ കാര്യം നമ്മൾ പറഞ്ഞു, റുഖയ്യ, അതുപോലെ തന്നെ സൈനബ്, ഉമ്മു കുൽസൂം, ഫാത്തിമ, ഇവരൊക്കെ പിന്നീട് വിശ്വാസത്തിലേക്ക് കടന്നു വരികയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും 2.5 വയസ്സ് പ്രായം കുറഞ്ഞ പ്രവാചകൻ്റെ കൂടെ വളരെ ചെറുപ്പകാലത്ത് തന്നെ ചങ്ങാത്തമുണ്ടായിരുന്ന ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചങ്ങാതിയായിരുന്നു, ചെറുപ്പം മുതലേ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പ്രവാചകനായി നിയോഗിതനായപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിച്ചതും
പ്രവാചകന്റെ ദൗത്യം ഏറ്റെടുത്ത് പിന്നീട് സമൂഹത്തിലേക്ക് ഇറങ്ങിയ ആദ്യ വ്യക്തിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഇസ്ലാമിലെ ആദ്യത്തെ പ്രബോധകൻ ആരെന്ന് ചോദിച്ചാൽ, പ്രവാചകനെ ഒഴിച്ചു നിർത്തിയിട്ട് ആദ്യത്തെ പ്രബോധകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. എന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രബോധനം ചെയ്ത ആളുകളും അദ്ദേഹത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളും ചില്ലറക്കാരായിരുന്നില്ല. ഇസ്ലാമിലെ ഏറ്റവും മുൻനിരയിൽ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് 4 ഖലീഫമാരിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മുസ്ലിമായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രബോധനത്തിലാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ നിരവധി ആളുകൾ മുസ്ലിമായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒറ്റയാളുടെ പ്രബോധനത്തിൻ്റെ ഫലമായാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ സത്യം മനസ്സിലായതിനു ശേഷം പിന്നീട് പ്രബോധന രംഗത്തേക്ക് ഇറങ്ങി എന്നാണ്. പിൽക്കാലത്ത് മദീനയിലെത്തിയതിനു ശേഷം ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിലൊരു തർക്കമുണ്ടായി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിനെ ചീത്ത പറഞ്ഞു, ഉമർ റളിയല്ലാഹു തിരിച്ചും പറഞ്ഞു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വളരെ ബുദ്ധിമുട്ടായി മനസ്സിൽ. ഉമർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ വാതിൽ തുറന്നു. ഉമർ റളിയല്ലാഹു വാതിൽ തുറന്നു ചോദിച്ചു, എന്താണ്? എനിക്ക് പുറത്തു തരണം, ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല, വാതിലടച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വലിയ വിഷമമായി. വളരെ ധൃതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഉടുത്തിരിക്കുന്ന വസ്ത്രം മുണ്ടൊക്കെ പൊക്കി പിടിച്ച്, മുട്ടിന് മുകളിലേക്ക് പൊക്കി പിടിച്ച് വളരെ ധൃതിയിൽ ഓടുന്ന പോലെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരുന്നത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അപ്പോൾ പ്രവാചകന്റെ അടുത്തുണ്ട്. അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്, അബൂബക്കർ ഇങ്ങനെ ഒരു ധൃതിപ്പെട്ട് വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ അബൂബക്കർ ഫഖദ് ഗാമറ, എല്ലാ നന്മയിലും മുൻകടന്നയാളാണല്ലോ അബൂബക്കർ. സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്ത് വന്നിരുന്ന കാര്യം പറഞ്ഞു, ഉമറുമായി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിൻ്റെ നിറം മാറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്തിരുന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ എൻ്റെ ഭാഗത്തെ തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ദേഷ്യം വന്നു റസൂലുള്ളാഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിക്കാൻ അത് ഉമറായാൽ പോലും പാടില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധ ബുദ്ധിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഇസ്ലാമിലെ സ്ഥാനം ഏറ്റവും നന്നായി അറിയിക്കുന്ന ഒരു ഹദീസ് കൂടിയാണത്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. റസൂൽ ചോദിച്ചത്, ഹൽ അൻതും താരിഖൂലി സാഹിബി, നിങ്ങൾ എൻ്റെ കൂട്ടുകാരനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ, ഒറ്റപ്പെടുത്തുകയാണോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എല്ലാവരും, ഞാൻ റസൂലായി നിയോഗിതനായപ്പോൾ എല്ലാവരും ഞാൻ കള്ളനെന്ന് പറഞ്ഞു, ഞാൻ വ്യാജനെന്ന് പറഞ്ഞു, പക്ഷെ അബൂബക്കർ ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞു. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള റസൂലാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഫഖുൽതും കദബ്ത്, നീ കള്ളമാണ് പറയുന്നത് എന്നാണ് എല്ലാ ജനങ്ങളും നിങ്ങൾ എന്നോട് പറഞ്ഞത്. വഖാല അബൂബക്കറിൻ സുദഖ്, അബൂബക്കർ മാത്രമാണ് എന്നോട് പറഞ്ഞത് സുദഖ്, പ്രവാചകരെ താങ്കൾ സത്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സൈഡിൽ നിൽക്കുകയാണ്. ഒരുപാട് ഹദീസുകൾ അബൂബക്കർ സിദ്ദീഖ് എന്ന ഒരൊറ്റ വ്യക്തിയുടെ മഹത്വത്തിൽ മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അദ്ദേഹം ചെലവഴിച്ച സമ്പത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിന് ആഖിറത്തിൽ ലഭിക്കാനുള്ള സ്ഥാനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൽ പിൽക്കാലത്ത് എൻ്റെ പിൻഗാമിയായി നിശ്ചയിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചനകൾ നൽകിയത്, ഇതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമായി നമുക്ക് കാണാൻ കഴിയും. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രബോധന ദൗത്യവുമായി ഇറങ്ങി. നാം നേരത്തെ പറഞ്ഞതുപോലെ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ അടക്കം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബോധനം മൂലം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നവരോടൊക്കെ, തനിക്ക് പറയാൻ കഴിയുന്നവരോടൊക്കെ, കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ മക്കയിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിജ്റ പോകുന്നതിന് മുൻപ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ഹിജ്റ പോകാൻ പോയപ്പോൾ മുശ്രിക്കുകളായ ആളുകൾ പോലും പറഞ്ഞത്, അബൂബക്കർ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മക്കയിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല, മക്കയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മുശ്രിക്കീങ്ങൾ വരെ ഹിജ്റ പോകാൻ പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളാണ് അബൂബക്കർ. മക്കയിൽ സ്ഥാനവും നിലയും വിലയുമുള്ള ആളാണ് അബൂബക്കർ. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകളോടൊക്കെ തനിക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകളിലൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നിരുന്നു. ഈ പ്രബോധനം നടത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുബൈർ ഇബ്നുൽ അവ്വാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്,
സഅദ് ബിൻ അബി വഖാസ്, ത്വൽഹത്ത് ബിൻ ഉബൈദില്ല, ഇവർ 5 പേരും അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബികളാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന സ്വഹാബികളിൽപ്പെട്ടവരാണ്. ഈ 5 പേരും മുസ്ലിം ആകുന്നത് ഒരൊറ്റ ആളിലൂടെയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഇവർ മാത്രമല്ല, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതുപോലെ തന്നെ അന്ന് മുശ്രിക്കുകൾ പലവിധ പീഡനങ്ങളിൽ ഏർപ്പെട്ടത്, പിൽക്കാലത്ത് പീഡനങ്ങൾ ഏൽപ്പിച്ച പല അടിമ സ്ത്രീകൾ, ഇവരൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ പിൽക്കാലത്ത് മുസ്ലിങ്ങളായിട്ടുണ്ട്.